please welcome us on the stage. Thank you, officer. അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തി. പേര് അമൃതിലാൽ. ആസിമിലെ പിളർന്ന അച്ഛനും ഇതുപോലൊരു ക്രൗഡായിട്ടുള്ള ഒരു വേദി സംസാരിക്കാൻ കഴിയുമെന്ന് ഒരു ഭാഗ്യം കിട്ടി. ഞാൻ 4ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു വേദി വരുന്നത്. വേദിയിൽ ഈ ഒരു രാജകീയ ഒഴിവ് പങ്കെടുക്കുന്നത്. തുടക്കത്തിൽ വരുന്ന സമയത്ത് ഈ ചേർന്ന ഏറ്റവും പിന്നിൽ ഇരുന്ന ഒരാളാണ്. അന്ന് ഈ ഒരു ഹാളിൽ കയറിയ സമയത്ത് ഞാൻ ഉറച്ചൊരു തീരുമാനമെടുത്തു. മുന്നിൽ ഇരിക്കുന്ന വിശിഷ്ട അതിഥികൾക്കൊപ്പം ഇരിക്കാനൊരു ഭാഗ്യം എനിക്ക് വേണം. ഉറച്ച തീരുമാനമെടുത്തു. 2020 ശേഷമാണ് ഈ ഒരു സംവിധാനത്തിലേക്ക് ഞാൻ കയറി വരുന്നത്. വളരെ ഒരു അഭിമാനം തോന്നുന്നു. ഞാൻ എടുത്ത തീരുമാനം അതിഗംഭീരമായിരുന്നു. എനിക്ക് ഈ ഒരു അവസരം എൻ്റെ കഴിവിലേക്ക് എത്തിച്ച, ഒപ്പം എന്നെ വളർത്തി നൽകിയ ഞാൻ എൻ്റെ മാതാപിതാക്കളെ ഞാൻ ഈ സമയം സ്നേഹത്തോടെ ഓർക്കുന്നു. ഈ ഒരു അവസരം എൻ്റെ കഴിവിലേക്ക് എത്തിച്ച സ്റ്റാഫുകൾ, വിനോദ് സാർ, കാരണം നമുക്ക് തുടക്ക സമയത്ത് ഇതിന്റെ വലുപ്പം മനസ്സിലാവില്ല. ഈ ഒരു സംവിധാനത്തിന് നമ്മളെ ലീഡേഴ്സ് നിരന്തരമായി ഒന്ന് പങ്കെടുക്കൂ, ഇതിനെക്കുറിച്ച് അറിയാൻ ശ്രമിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും പൂജിച്ചിട്ടുണ്ട്. എന്നാൽ ഇതിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതിന്റെ ഒരു മധുരം നമ്മൾ നുകരുമ്പോഴാണ് ഇതിന്റെ ഒരു വലുപ്പം, വാല്യൂ മനസ്സിലാവുക. ഉറച്ച തീരുമാനമെടുത്താൽ ഏത് വ്യക്തിക്കും ഏതർത്ഥം വരെ പോകാൻ കഴിയുമെന്ന് എന്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിച്ചു. ഇവിടെ ഈ സ്റ്റേജിൽ വന്നു നിൽക്കുമ്പോൾ എന്നോടൊപ്പം ധാരാളം അക്ഷയത്തിനെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നത്. എല്ലാം വിട്ട് എല്ലാം ഒഴിവാക്കി ഞാൻ ആദ്യം തുടങ്ങിയ സമയത്ത് സാധാരണക്കാരായ എനിക്ക് ചുറ്റുമുള്ള നിരവധി ആളുകൾ എന്നെക്കാളും നിരവധി ആളുകൾ, പ്രത്യേകിച്ച് കുടുംബക്കാർ, നാട്ടുകാർ, എല്ലാവരും. ഇത് വളരെ ചുരുക്കം ആളുകൾ മാത്രം വരുമാനം കിട്ടുന്ന ഒരു സംവിധാനത്തിൽ പറഞ്ഞു. അങ്ങനെ ആ ഇടയ്ക്ക് രാജസ്ഥാൻ ജലവായ ഹെഡ് ഓഫീസിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരം കിട്ടി. അവരതിന്റെ ആ ഒരു കമ്പനിയുടെ ഹെഡ് ഓഫീസിൽ മുന്നിൽ പോയി നിന്നപ്പോ ഞാൻ ഏറ്റെടുത്തത് അല്ലെങ്കിൽ ഞാൻ അസോസിയേറ്റ് ചെയ്തത് വളരെ വലിയൊരു സംവിധാനത്തിലാണ്. ഇത് ഇങ്ങനെ പോയാൽ പോരാ എന്നൊരു ഉറച്ച തീരുമാനമെടുത്തു. തിരിച്ച് നാട്ടിലെത്തി മറ്റെല്ലാം മാറ്റി നിർത്തി, എല്ലാ പ്രോഗ്രാമും മാറ്റി നിർത്തി. കുടുംബത്തിൽ പല പ്രോഗ്രാംസ് ഉണ്ടാവും, ഒന്നിനും പങ്കെടുക്കില്ല. എല്ലാവരും മാറി ആസിമില് വിജയിക്കുക
എന്ന ലക്ഷ്യത്തോടുകൂടി ഞാൻ ശക്തമായി പ്രവർത്തിച്ചു. രാവിലെ പകലുകളില്ലാതെ ഞാൻ വീട് വിട്ടിറങ്ങി. കാരണം എനിക്ക് ആളുകളോട് സംസാരിച്ച് ശീലമുണ്ടായിരുന്നില്ല, എനിക്ക് സുഹൃത്തുക്കളുണ്ടായിരുന്നില്ല. നാട്ടില് ഞാൻ അറിയപ്പെടുന്നത് ആർസിലൂടെയാണ്. ഒട്ടും സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നാൽ ഇന്ന് ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഞാനാണ്. അത് എനിക്ക് ഈ ഒരു ഭാഗ്യം ലഭിച്ചത് ഈ ഒരു ആസൂത്രെയാണ്. 2019 ഹാമൻ സാറിന്റെ വലിയൊരു സെഷനിൽ നടന്ന ഓഡിറ്റോറിയത്തിൽ എനിക്ക് പങ്കെടുക്കാനുള്ള ഭാഗ്യമുണ്ടായി. അവിടെ നിന്ന് എനിക്ക് ഈ ഒരു അവസരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. പിന്നീട് ഞാൻ വീട് വിട്ടിറങ്ങി. അതായത് അവസരങ്ങൾ നമ്മൾ തേടിയാണ്. പല ആളുകളും പറയാറുണ്ട്, ആളുകളെ ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ ഇതിലേക്ക് ആസ്വദിച്ചില്ല. പക്ഷേ നിരന്തരമായിട്ടുള്ള നമ്മുടെ കണ്ണുകളിൽ കാണുന്ന ചിലപ്പോൾ ഒരു ഭിക്ഷക്കാരോട് പോലും നമ്മൾ ആദ്യം പറയണം, അവരായിരിക്കും നമ്മളെ ടാഗാകുന്നത്. ഞാൻ അങ്ങനെ നിർമ്മിക്കുന്നില്ല. ഉറച്ചു തീരുമാനമെടുത്ത ഏതൊരു വ്യക്തിക്കും ഈ ഒരു ബിസിനസ്സിൽ വിജയിക്കാൻ സാധിക്കും എന്നെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിച്ചു. എന്റെ ഭാര്യയാണ് അടുത്ത് നിന്നത്. അദ്ദേഹത്തിന് പറയാൻ വാങ്ങാൻ വേണ്ടി ഞാൻ മൈക്ക് കേൾക്കുന്നത്. എൻ്റെ പേര് അഞ്ജന. ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇത്രയും വലിയൊരു ക്രൗഡിനെ അഡ്രസ് ചെയ്യുന്നത്. ഇതിനു മുന്നേ ജസ്റ്റ് ടെക്നിക്കൽ മീറ്റിംഗ് അല്ലെങ്കിൽ ഹോം മീറ്റിംഗ് അങ്ങനെയൊക്കെ അഡ്രസ്സിങ് ചെയ്തിട്ടുള്ളൂ. സോ താങ്ക് യു ലീഡേഴ്സ്, താങ്ക് യു വിനോദ് സർ. ഇന്ന് ആക്ച്വലി രണ്ട് ഹാപ്പിനെസ് ആണ് എനിക്കുള്ളത്. ഫസ്റ്റ് വൺ ഹസ്ബൻഡ് ടെക്നിക്കൽ ആയതിൻ്റെ, സെക്കൻഡ് വൺ എൻ്റെ അമ്മ റണ്ണർ അച്ചീവ്മെന്റ് ആയതിൻ്റെ. അങ്ങനെ രണ്ട് ഹാപ്പിനെസ്സിനെയാണ് ഞാനിന്ന് വിറ്റ്നസ് ചെയ്യുന്നത്. താങ്ക് യു ഓൾ മൈ ലീഡേഴ്സ് ഫോർ യുവർ സപ്പോർട്ട്. അമൃതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ, അത്രയേ ഉള്ളൂ. താങ്ക് യു ഓൾ. ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്, കാരണം എനിക്ക് എന്ത് പ്രോബ്ലംസ് ബിസിനസ് വരുമ്പോഴും വളരെ സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ ഒരു ഗുരുനാഥനെ പോലെ എന്നെ തോളോട് ചോദിച്ചത് ഏതൊരു പ്രശ്നത്തിലും എനിക്ക് എന്നിൽ ഓടിയെത്തുന്ന എന്നെ വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന സൗകര്യത്തിലെ മോട്ടിവേറ്റ് ആയിട്ടുള്ള നമ്മുടെ വേണുഗോപാൽ സാറാണ്, എംബറാണ്. അതിന്റെ ഞാൻ സ്നേഹത്തോടെ നൽകിയാണ്. അപ്പോൾ ഞാൻ ദീർഘിപ്പിക്കില്ല. എല്ലാവർക്കും നല്ലൊരു വിശ്വാസം നേരിടാണ്. ജയാസിയെ ഗുഡ് ആഫ്റ്റർനൂൺ.